BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. പ്രതിഭകളുടെ ഊർജ്ജ കേന്ദ്രമാണ് ഇന്ത്യ. ഇന്ത്യയുടെ വികസനത്തിന്റെ പ്രധാന പങ്കാളിയാണ് ജപ്പാൻ. പ്രധാനമന്ത്രി ഇന്ത്യയുടെ വികസനത്തിന്റെ പ്രധാന പങ്കാളിയാണ് ജപ്പാൻ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെമി കണ്ടക്ടറുകൾ മുതൽ സ്റ്റാർട്ടപ്പുകൾ വരെ ഇന്ത്യയുടെ പ്രധാന പങ്കാളിയാണ് ജപ്പാൻ. ജാപ്പനീസ് കമ്പനികൾ ഇന്ത്യയിൽ $40 ബില്യൺ നിക്ഷേപിച്ചിട്ടുണ്ട്. ഇന്ത്യ ജപ്പാൻ പങ്കാളിത്തം പരസ്പര വിശ്വാസത്തിന്റെ പ്രതീകമായി മാറിയെന്നും ടോക്കിയോയിൽ നടന്ന ഇന്ത്യ ജപ്പാൻ സംയുക്ത സാമ്പത്തിക ഫോറത്തെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി പറഞ്ഞു. 80% കമ്പനികളും ഇന്ത്യയിൽ വികസിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ത്യയിൽ 75% കമ്പനികളും ഇതിനകം ലാഭത്തിലാണ്. ഇന്ത്യയിൽ മൂലധനം വളരുക മാത്രമല്ല, അത് വർദ്ധിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ 11 വർഷത്തിനിടെ ഇന്ത്യ അഭൂതപൂർവമായ പരിവർത്തനത്തിന് സാക്ഷ്യം വഹിച്ചു. രാഷ്ട്രീയ സ്ഥിരത, സാമ്പത്തിക സ്ഥിരത, നയങ്ങളിലെ സുതാര്യത, ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ്വ്യവസ്ഥയാണ് ഇന്ത്യ. മൂലധന നിക്ഷേപം ഇന്ത്യയിൽ ഇരട്ടിക്കുന്നു. ലോകം ഇന്ത്യയെ ഉറ്റുനോക്കുന്നു. ആധുനിക ബഹിരാകാശ പ്രതിരോധ മേഖലയാണ് ഇന്ത്യയിലേത്. ഇന്ത്യയുടെ വികസന യാത്രയിൽ ജപ്പാൻ പ്രധാന പങ്കാളിയാണ്. പ്രതിഭകളുടെ ഊർജ്ജ കേന്ദ്രമാണ് ഇന്ത്യയെന്നും അദ്ദേഹം വ്യക്തമാക്കി. കലാരാജു കൂത്താട്ടുകുളം നഗരസഭാ ചെയർപേഴ്സൺ. കൂത്താട്ടുകുളം നഗരസഭാ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ കലാരാജുവിന് വിജയം. CPIMന്റെ വിമതയായിട്ടാണ് കലാരാജു തെരഞ്ഞെടുപ്പിൽ പങ്കെടുത്തത്. UDF പിന്തുണയോടെയായിരുന്നു വിജയം. കലാരാജു 13 വോട്ട് നേടിയപ്പോൾ മുൻ ചെയർപേഴ്സണും LDF സ്ഥാനാർത്ഥിയുമായ വിജയ ശിവന് ലഭിച്ചത് 12 വോട്ട് മാത്രമാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ PG സുനിൽകുമാറിന്റെ വോട്ടുകളും കലാരാജുവിനെ വിജയത്തിലേക്ക് സഹായിച്ചു. ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് തന്നെ പരിഗണിക്കണമെന്ന് കലാരാജു UDF നേതൃത്വത്തോട് അഭ്യർത്ഥിച്ചിരുന്നു. ഈ മാസം 5-ന് UDF കൊണ്ടുവന്ന അവിശ്വാസം പാസായതോടെയാണ് ഇടതുമുന്നണിക്ക് കൂത്താട്ടുകുളം നഗരസഭയിൽ ഭരണം നഷ്ടമായത്. കഴിഞ്ഞ ജനുവരിയിൽ അവിശ്വാസ പ്രമേയ ചർച്ച നടക്കാനിരിക്കെ കൌൺസിലർ കലാരാജുവിനെ CPIM പ്രവർത്തകർ തട്ടിക്കൊണ്ടുപോയത് വിവാദമായിരുന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് കുടുംബശ്രീ അംഗങ്ങൾ കലാരാജുവിനെതിരെ പ്രതിഷേധവുമായി എത്തിയിരുന്നു. ലോൺ എടുത്ത പണം തിരിച്ചടയ്ക്കുന്നില്ല എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. ജനുവരി 18-ന് UDF അവിശ്വാസ പ്രമേയത്തെ കലാരാജു പിന്തുണയ്ക്കുവാൻ പോകുന്നു എന്നറിഞ്ഞ് നഗരമധ്യത്തിൽ നടന്ന നാടകീയ സംഭവങ്ങൾക്ക് തിരശ്ശീല വീഴുകയാണ്. ഉച്ചകഴിഞ്ഞ് വൈസ് ചെയർമാൻ തിരഞ്ഞെടുപ്പ് നടക്കും. അതേസമയം ഫലം അറിഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ കൌൺസിൽ ഹാളിനകത്ത് LDFന്റെ പ്രതിഷേധം നടന്നു. മുൻ ചെയർപേഴ്സൺ അടക്കമുള്ളവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടന്നത്. കരുതിക്കൂട്ടിയുള്ള നീക്കമാണിതെന്നും കുതിരക്കച്ചവടമാണ് നടന്നതെന്നും LDF ആരോപിച്ചു. നവീൻ ബാബുവിന്റെ മരണം തുടരന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം നൽകിയ ഹർജി തള്ളി. കണ്ണൂർ ADM ആയിരുന്ന K നവീൻ ബാബുവിന്റെ മരണത്തിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം നൽകിയ ഹർജി തള്ളി. കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് തീരുമാനം. കേസ് തലശ്ശേരി കോടതിയിലേക്ക് മാറ്റി. പോലീസ് സമർപ്പിച്ച കുറ്റപത്രത്തിൽ പ്രതിക്ക് രക്ഷപ്പെടുവാനുള്ള പഴുതുകളുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു കുടുംബം ഹർജി നൽകിയത്. എന്നാൽ കേസ് അനാവശ്യമായി നീട്ടിക്കൊണ്ടുപോകുവാനുള്ള ശ്രമമാണെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. ഹർജിയിൽ കോടതി ഇരുവിഭാഗങ്ങളുടെയും വിശദമായ വാദം കേട്ടിരുന്നു. ആവശ്യമായ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ പോലീസ് ശേഖരിച്ചില്ലെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ ഹൈക്കോടതിയുടെയും സുപ്രീം കോടതിയുടെയും തള്ളിയ വാദങ്ങൾ തന്നെയാണ് വീണ്ടും ഹർജിയിൽ ഉന്നയിച്ചതെന്നാണ് കണ്ണൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടെ നിരീക്ഷണം. പോലീസ് അന്വേഷണത്തിൽ വീഴ്ചയുണ്ടെന്ന വാദം കോടതി അംഗീകരിച്ചില്ല. വിചാരണ നടപടിക്കായി കേസ് ജില്ലാ സെഷൻസ് കോടതിയിലേക്ക് മാറ്റി. തുടരന്വേഷണ ഹർജിയിൽ തീർപ്പായതോടെ കേസ് റദ്ദാക്കുന്നതിനായി ഹൈക്കോടതിയെ സമീപിക്കുവാനാണ് PP ദിവ്യയുടെ തീരുമാനം. ഉത്തരാഖണ്ഡിൽ വീണ്ടും മേഘവിസ്ഫോടനം. രക്ഷാപ്രവർത്തനം തുടരുന്നു. അളകനന്ദ നദിയുടെ ജലനിരപ്പ് ഉയർന്നു. ഉത്തരാഖണ്ഡിലെ രുദ്രപ്രയാഗ്, ചമോലി ജില്ലകളിൽ മേഘവിസ്ഫോടനം. നിരവധി കുടുംബങ്ങൾ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായി റിപ്പോർട്ടുകൾ. രക്ഷാപ്രവർത്തനം യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുന്നുവെന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി. ചമോലിയിലെ ദേവാൽ മേഖല, രുദ്രപ്രയാഗിലെ ബസുകേദാർ തഹസിൽ എന്നിവിടങ്ങളിലാണ് മേഘവിസ്ഫോടനം ഉണ്ടായത്. മേഘവിസ്ഫോടനത്തിന്റെ ആഘാതം പല സ്ഥലങ്ങളിലും രൂക്ഷമായിട്ടുണ്ട്. രുദ്രപ്രയാഗ് ജില്ലയിൽ അളകനന്ദ, മന്ദാകിനി നദികളുടെ ജലനിരപ്പ് തുടർച്ചയായി ഉയരുകയാണ്. ജമ്മു കാശ്മീരിൽ താവി നദിക്ക് കുറുകെയായി ബെയ്ലി പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു.
സ്ഥിതിഗതികൾ കൈകാര്യം ചെയ്യുന്നതിന് അടിയന്തര നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകി. പ്രാദേശിക ഭരണകൂടം യുദ്ധകാലാടിസ്ഥാനത്തിൽ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിവരികയാണ്. ഈ വിഷയത്തിൽ ഉദ്യോഗസ്ഥരുമായി നിരന്തരം ബന്ധപ്പെട്ടിട്ടുണ്ട്. രക്ഷാപ്രവർത്തനങ്ങൾ ഫലപ്രദമായി നടത്തുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ ദുരന്ത നിവാരണ സെക്രട്ടറിയുമായും ജില്ലാ മജിസ്ട്രേറ്റുമായും സംസാരിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. തലപ്പാടി വാഹനാപകടം. അപകടത്തിന് കാരണം ബസിന്റെ അമിത വേഗതയും ടയറിന്റെ തേയ്മാനവും. കാസർഗോഡ് തലപ്പാടിയിൽ 6 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിന്റെ കാരണം ഡ്രൈവറുടെ അശ്രദ്ധയും അമിത വേഗതയുമെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ റിപ്പോർട്ട്. ബസ്സിന് തകരാറില്ലെന്നും ടയറിന്റെ തേയ്മാനം അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചെന്നും RTOയുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. റിപ്പോർട്ട് ഇന്ന് ജില്ലാ പോലീസ് മേധാവിക്ക് കൈമാറും. 6 പേരുടെ മരണത്തിനിടയാക്കിയ അപകടത്തിന് പിന്നാലെയാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത്. ബസിന്റെ ബ്രേക്ക് നഷ്ടമായതാണ് അപകട കാരണം എന്ന ഡ്രൈവർ നിജലിംഗപ്പ പോലീസിന് നൽകിയ മൊഴി തെറ്റാണെന്ന് മോട്ടോർ വാഹന വകുപ്പ് കണ്ടെത്തി. പരിശോധനയിൽ ടയറിന് തേയ്മാനം മാത്രമാണുള്ളത് എന്നാണ് റിപ്പോർട്ട്. ഡ്രൈവറുടെ അമിത വേഗതയും അശ്രദ്ധയും അപകടത്തിന് ഇടയാക്കിയിട്ടുണ്ട്. കർണാടക RTCയും സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടു. ബസ്സിന് പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നും 14 വർഷമായി സർവീസിലുള്ള നിജലിംഗപ്പ വാഹനം കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച വരുത്തി എന്നുമായിരുന്നു കർണാടക RTCയുടെ പ്രാഥമിക കണ്ടെത്തൽ. ഇതിനിടെ തലപ്പാടിയിൽ ഇന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ കർണാടക RTC ബസ്സുകൾ തടഞ്ഞു. ഫിറ്റ്നസ് ഇല്ലാതെ കേരളത്തിലേക്ക് വാഹനങ്ങൾ അയക്കുന്നതിനെതിരെയായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം. അപകടത്തിൽ 6 കർണാടക സ്വദേശികളാണ് മരിച്ചത്. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. രാഹുൽ വിട്ടുനിൽക്കുന്നത് തിരിച്ചടിയാകുമെന്ന് എ ഗ്രൂപ്പിന്റെ വിലയിരുത്തൽ. MLAയെ വീണ്ടും പാലക്കാട് എത്തിക്കുവാൻ നീക്കം. ഷാഫി പറമ്പലിന്റെ നേതൃത്വത്തിൽ എ ഗ്രൂപ്പ് യോഗം നടന്നെന്ന് സൂചന. ലൈംഗികാരോപണ വിവാദത്തിന് പിന്നാലെ സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയെ വീണ്ടും പാലക്കാട് എത്തിക്കുവാൻ എ ഗ്രൂപ്പിന്റെ ശ്രമം. ഷാഫി പറമ്പൽ MPയുടെ മുൻകൈയിലാണ് ഇത്തരമൊരു നീക്കം നടക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിട്ടുനിൽക്കുന്നത് തിരിച്ചടിയാകും എന്നാണ് എ ഗ്രൂപ്പിന്റെ വിലയിരുത്തൽ. ഷാഫി പറമ്പലിന്റെ നേതൃത്വത്തിൽ എ ഗ്രൂപ്പിന്റെ യോഗം ചേർന്നു. KPCCയുടെ പ്രധാന നേതാവിന്റെ പാലക്കാട് നഗരത്തിലുള്ള വീട്ടിൽ വെച്ച് എ ഗ്രൂപ്പ് യോഗം നടന്നെന്നാണ് പുറത്തുവരുന്ന വിവരം. പാലക്കാട്ടേക്ക് രാഹുൽ വന്നാൽ വലിയ പ്രതിഷേധം നേരിടേണ്ടി വരുമെന്നും ചിലപ്പോൾ കവചമൊരുക്കുവാൻ കഴിയാതെ വരും എന്നുമായിരുന്നു DCCയുടെ വിലയിരുത്തൽ. എന്നാൽ ഏറെക്കാലം രാഹുൽ പാലക്കാട് നിന്ന് വിട്ടുനിൽക്കുന്നത് പാർട്ടിക്കാകെ തിരിച്ചടിയാകും എന്നാണ് എ ഗ്രൂപ്പിന്റെ വിവാദം. സൽമാൻ ആഖ അഫ്ഗാൻ ടീമിനെ വില കുറച്ച് കണ്ടു. വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറൽ. വാർത്താ സമ്മേളനത്തിനിടെ അഫ്ഗാനിസ്ഥാനെ ഏഷ്യയിലെ 2ാമത്തെ മികച്ച ടീമായി വിശേഷിപ്പിച്ചതിന് പിന്നാലെ പാകിസ്ഥാൻ ക്യാപ്റ്റൻ സൽമാൻ അലി ആഖയുടെ പ്രതികരണം വൈറൽ. UAE, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ എന്നീ ടീമുകൾ ഉൾപ്പെട്ട ത്രിരാഷ്ട്ര പരമ്പരയ്ക്ക് മുന്നോടിയായി നടന്ന വാർത്താ സമ്മേളനത്തിനിടെയായിരുന്നു മാധ്യമപ്രവർത്തകരിൽ ഒരാൾ ചോദ്യങ്ങൾക്കിടെ അഫ്ഗാൻ ടീമിനെ പുകഴ്ത്തിയത്. ഈ സമയം ഇക്കാര്യം നഷ്ടപ്പെടാത്ത തരത്തിലുള്ളതായിരുന്നു സൽമാന്റെ പ്രതികരണം. സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കപ്പെട്ട ഒരു വീഡിയോയിൽ റിപ്പോർട്ടറുടെ വാക്കുകൾക്ക് തൊട്ടു പിന്നാലെ ഓൾറൗണ്ടറായ പാക് ക്യാപ്റ്റൻ ഒരു ചെറുചിരി വിടർത്തുകയായിരുന്നു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.